കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം ഏത് രൂപത്തിലാണ് നമ്മളെ ഭക്തരെ കാത്തു നിൽക്കുന്നത് എന്നുള്ള ആ ഒരു പ്രതീക്ഷയുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോവാം. ഗണപതിനെ കണ്ട് വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ആ ഗോപുരവാതിൽ കടന്നിട്ട് നമുക്കങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും പോന്നോളൂ. അങ്ങനെ നമ്മൾ വാതിലിൻ്റെ അവിടെ എത്തി. വാതിൽപ്പടിയുടെ അവിടെ കയറാൻ നിൽക്കുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, 30 വ്യാഴാഴ്ചയാണ്, ധനുമാസത്തിലെ 30 വ്യാഴാഴ്ചയാണ്. അത്യാവശ്യം നല്ല ഭക്തജന തിരക്കുണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി പോവുക. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. കാരണം മഹാപുരുഷനാണല്ലോ, അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ച്, അതേപോലെ ആ നാരായണീ എഴുതുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ വലത്തുവശത്തെ ആ തൂണൊന്ന് തൊടാൻ പറ്റിച്ച തൊടുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കി നടക്കുമ്പോൾ കിഴക്ക് വശത്തൂടെ ഇങ്ങനെ പോരുമ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ നാഗിങ്ങനെ പ്രകാശപൂരിതമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷമാണ് അവിടെ കാണാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അന്ന് താമരയാണ് കേട്ടോ കാണാനുള്ളത്. നല്ല വലിയ താമര, നല്ല നിറയെ ഇതളുകളുള്ള താമരയാണ് കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ 2 കാലിങ്ങനെ കാണാനുണ്ട്, കാൽപാദങ്ങൾ കാണാനുണ്ട്. കാൽപാദം ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽപാദം ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽത്തളകളൊക്കെ അണിഞ്ഞ് നല്ലൊരു കാൽപാദങ്ങളാണ്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ പട്ടുകോണകമൊക്കെ ഞെറിഞ്ഞെടുത്ത് അരയിൽ കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തി നല്ലൊരു പൊന്നു കുമ്പയൊക്കെ കാണാണ്ട് കേട്ടോ. നല്ല കുമ്പയാണ്. ആ കുമ്പേമിലൊക്കെ ഇങ്ങനെ ആ മാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് ഇങ്ങനെ തോൾവളവുകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്, അതേപോലെ പൊട്ട് ഗോപീതിലകം വെച്ചിട്ടുണ്ട്. മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോൾ കൈ രണ്ടും കൂടി ആ പൊന്നോടക്കുഴൽ വായിക്കുക കേട്ടോ. പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ടും നമ്മളെ നോക്കി ചിരിച്ച് വളരെ മന്ദഹാസത്തോടു കൂടിയിട്ട് നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഗുരുവായൂരപ്പനെ. ഇന്നത്തെ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപത്തിൽ എല്ലാ ഭക്തരെയും എത്ര ക്യൂവിൽ നിന്നാലും വേണ്ടില്ല, എത്ര ബുദ്ധിമുട്ട് തിരക്ക് കൊണ്ടാലും വേണ്ടില്ല, നിങ്ങളെല്ലാവരും എൻ്റെ ഭക്തരാണ്, നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വന്നതല്ലേ, അപ്പം എല്ലാവരും ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് എന്നാണ് ഗുരുവായൂരപ്പൻ പറയണതേ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ അതാണ് ആ ചിരിച്ച് നിൽക്കുന്നത് മന്ദഹാസത്തോടു കൂടി. ഇതെല്ലാം മായയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അനുഭവിച്ചതൊക്കെ മായയാണ്. ഇതിലൊക്കെ വലിയ ശാശ്വതമായ പരിഹാരമുണ്ട് എന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ എല്ലാവരും ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ എന്നെ വന്ന് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളിവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെ നേരെ കാണാം, നിങ്ങൾക്ക് എന്നെ നേരെ കാണാം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ താമരയിൽ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. പഞ്ചഗവ്യവും ഉച്ചപൂജയൊക്കെ വളരെ കേമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ സമയമാവുകൊണ്ട് നമുക്ക് നേരെ തൊഴാം. അങ്ങനെ തൊഴുത് നോക്കുമ്പോൾ നല്ല ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാലയും വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളൊരു ഉണ്ടമാലയും, അതേമാതിരി പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. പീലിങ്ങനെ കളഭം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം കേട്ടോ ഒന്ന്. അപ്പോൾ അങ്ങനെ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം കണ്ടു തൊഴുതോളൂ. ഉച്ചപൂജ നിവേദ്യം കഴിഞ്ഞ സമയം നമ്മൾ കണ്ടു തൊഴുകയാണ്. ഗുരുവായൂരപ്പനോട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഹരേ കൃഷ്ണ. ഒന്ന് ഷെയർ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി നമുക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ തിടപ്പള്ളിയിലേക്ക് നോക്കി ഭഗവാന്റെ പ്രസാദം നേദ്യം ഉണ്ടാവുന്ന, അതേമാതിരി ഗണപതി ഹോമം നടത്തുന്ന അവിടേക്ക് നോക്കിയിട്ട് ഒന്ന് പ്രണമിച്ച് അങ്ങനെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോരുകയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് കുറച്ച് ചെറുതല്ലാത്തൊരു ക്യൂ ഉണ്ട്. അതിലൂടെ അങ്ങനെ കയറി വന്നാൽ വിഘ്നേശ്വരനെ കാണാം. ആ കൊമ്പൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുള്ള ഒരു വളരെ സുന്ദരനായ ആ ഗണപതി രൂപത്തെ കാണാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് ഏത്തൊക്കെട്ട് അപ്പുറത്തേക്ക് തിരിഞ്ഞ സരസ്വതി ദേവീനെ കാണാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ തൊഴുത് വന്ന് ആ ചെറിയ ഗണപതിനെയും കാണാം. അങ്ങനെ ആ മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം വരെ അങ്ങനെ കാണാം. ദശാവതാര വിഗ്രഹങ്ങൾ. പിന്നെ മേൽശാന്തിയുടെ അവിടുന്ന് ഇരിക്കുന്നിടത്തുനിന്ന് പ്രസാദം വാങ്ങാം. പ്രസാദം വാങ്ങിയിട്ട് തൊട്ട് അർച്ചന പ്രസാദമൊക്കെ അവിടുന്ന് വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ അനന്തപത്മനാഭസ്വാമീനെ കാണാം. വളരെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന്, ധാരാളം പൂക്കളുണ്ട്. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അതേപോലെ ഒന്ന് ശ്രീകോവിലിന് പുറകുവശത്തായിട്ട് നമസ്കരിക്കുക, സാഷ്ടാംഗം നമസ്കരിച്ച് അങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കി ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് പോരുമ്പോൾ കൃഷ്ണനത് ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മുരുകൻ്റെ അവിടെ നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഹനുമാൻ സ്വാമിക്ക് അത് നിറയെ കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് നേരെ അങ്ങനെ പോരാ. രാധാകൃഷ്ണ വിഗ്രഹവും ഒക്കെ കണ്ട് നേരെ പോരാം. അങ്ങനെ വരുമ്പോൾ ഓവിൻ്റെ അവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ ഗ്രില്ലിന് കടന്ന നമ്മുടെ താമരക്കണ്ണം, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതേപോലെ മണിക്കിണർ കാണാം. അതേപോലെ കുറച്ചും കൂടി ഇങ്ങോട്ട് നോക്കിയാൽ ആ അറയിൽ നോക്കിയാൽ വിളക്ക് കത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് അങ്ങനെ സങ്കല്പിച്ച അവിടെ ഉണ്ട്. അങ്ങനെ നോക്കി തൊഴുത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണാവതാര ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ വന്ന് ഇനി നമ്മൾ എടത്തരികത്തുകാവിൽ അമ്മേനെ മറക്കാൻ പാടില്ല, തുല്യ പ്രാധാന്യമുള്ളതാണ്. അപ്പം അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ ഭഗവതീനെ കണ്ട് തൊഴാം. ഭഗവതീനെ കണ്ട് തൊഴുത് നമുക്ക് ഇങ്ങനെ നേരെ അവിടെയൊക്കെ തിരക്കുണ്ട്, എന്നാലും ഇങ്ങനെ നേരെ പോരുക. അങ്ങനെ ആ വാതിലിൻ്റെ അധീനം ഇങ്ങനെ പോന്നാൽ ഭഗവതിയുടെ അടുത്തേക്ക് എത്താം. വളരെ സുന്ദരിയായിട്ടാണ് അന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെ ഇരിക്കണു. നിറയെ പൂക്കളുണ്ട്, അർച്ചനിച്ച പൂക്കൾ ധാരാളമുണ്ട്. അങ്ങനെ ആ അമ്മേനെ കണ്ടു തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് പോരുമ്പോൾ കോർണറിൽ നിന്നാൽ മമ്മിയൂരപ്പനെ നോക്കിയിട്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി ഒന്ന് ജപിക്കുക, മമ്മിയൂരപ്പനെ സ്മരിക്കുക. അങ്ങനെ വരുമ്പോൾ നേരെ കൊടിമരം കാണാം. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ആൾരൂപ വഴിപാടും ആ കുന്നിക്കുരു മഞ്ചാടിക്കുരു വാരുന്ന ആളുകളെയൊക്കെ കാണാം. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് പോരണമെങ്കിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒഴിവുപോലെ ഗ്യാപ്പിനെ അങ്ങോട്ട് പോരാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ അവിടുന്ന് കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്നുകൂടിയും കാണാം. ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി ആ താമരക്കണ്ണനായിട്ട് നിൽക്കുന്ന വേണുഗോപാല സ്വരൂപത്തിൽ, താമരയിൽ താമരക്കണ്ണനും വേണുഗോപാല സ്വരൂപം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കണ്ട് ഒന്നുകൂടി തൊഴുത് ഇനി കൂത്തമ്പലത്തിലേക്ക് നോക്കിയിട്ട് കൂത്തമ്പലത്തിൽ ഒന്ന് തൊഴുതാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോഴൊക്കെ സ്വാമിമാരൊക്കെ തിരക്കാന്ന്, ധാരാളം VIP ദർശനക്കാരും ഒക്കെ ഉണ്ട്. അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാം. ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് നമുക്ക് ഒന്ന് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിലേക്ക് വരാം. പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിലെ വേണുഗോപാലനെയും
അതേമാതിരി കൊടിമരത്തിലെ വേണുഗോപാലിനെയൊക്കെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ നമ്മളെല്ലാവരും പോയിട്ട്, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും പോയിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ തിരുനടയിൽ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് സങ്കല്പിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.